ആ വരൂ വരൂ വരൂ. ആ ഇരിക്കണം. അപ്പോ എന്തു പറ്റി മൂപ്പർക്ക്? ഒരു സുഖമില്ല. ഒരു ഒരു സുഖമില്ല. ഒരു സുഖമില്ല. ഡോക്ടറെ നിങ്ങൾക്കല്ലേ? എനിക്കല്ല. അവരെ കണ്ടിട്ട് നമുക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. അല്ല, പിന്നെ രാത്രി ഉറക്കമില്ല. പാട്ടൊക്കെ പാടുന്നത് ഇടയ്ക്കിടയ്ക്ക്. പാട്ട് പാടി ഉറക്കമില്ലാതെ. ഏത് പാട്ടാ പാടുന്നത്? ഡോക്ടറെ, നമ്മൾ ഈ ഉറക്കത്തിൽ കുറയുമ്പോ മണിച്ചിത്രത്തായാലും ഒരു പാട്ട് എനിക്ക് ഇഷ്ടമുണ്ട് ഡോക്ടറെ. മനസ്സിലല്ല, പാട്ടൊക്കെ പാടാം. ഉറങ്ങുന്നതിന് മുമ്പ് പാട്ട് കേട്ട് ഉറങ്ങാമല്ലോ നിങ്ങൾക്ക്. ഏത് പാട്ടാന്നറിയോ? തോം 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 ഒരു മുறை வந்து பார்த்தாயா തോം 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 തോം. ഇതേ പാടുള്ളൂ. ഇങ്ങനെ ഉറക്കമില്ല. അതുപോലൊരു പാട്ട് രാത്രി കേൾക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഡോക്ടറെ, ഞാൻ പറഞ്ഞത് കേൾക്കണം. ഇങ്ങേർക്കാണ് ഉറക്കമില്ലാത്തത്. എനിക്ക് ഉറങ്ങാന്ന് വെച്ചാൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഉറങ്ങും. അതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. രാത്രിയല്ലേ, ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങുക തന്നെ വേണമല്ലോ. ബുദ്ധി അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു പോവുകയാണ്. ആ ബുദ്ധിയെ കടിഞ്ഞാണിടാനുള്ള പ്രക്രിയ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. പ്രത്യേകിച്ച് അധികം മരുന്നൊന്നും കഴിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. ആ ബുദ്ധി പിടിച്ചു നിർത്താനും ബുദ്ധിയെ ചപല വികാരങ്ങളെല്ലാം പാടെ ഉപേക്ഷിക്കാനും. കണ്ടോ? നിങ്ങൾക്കതിന് ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങളുടെ കാര്യമാണ് ഈ പറയണം. എന്റെ കാര്യം പറയേണ്ട കാര്യമില്ല ഡോക്ടറെ. ഇതാണ്. അല്ല, പൊതുവായിട്ടുള്ള മനുഷ്യ ഹൃദയത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സ്റ്റെതസ്കോപ്പ് ഒന്നും വേണ്ട. ഈ സാധനം വേണ്ട. ഒരു പേഷ്യന്റിനെ കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതാണ് നിങ്ങളെ കണ്ടപ്പോഴേ മനസ്സിലായി എന്നല്ലേ ഡോക്ടർ പറയണത്. കണ്ടില്ലേ? അതാണ് എനിക്കല്ല പരിശോധിക്കേണ്ടത്. നമുക്കാണ് ഉറക്കമില്ലാത്തത്. അങ്ങനെ ഉറങ്ങാത്തോണ്ടല്ലേ ഞാൻ പാടുന്നത് കേൾക്കണം. നിങ്ങൾ ഉറങ്ങാത്തോണ്ടല്ലേ അവര് പാടുന്നത് കേൾക്കുന്നത്? അതൊരു പോയിന്റ് അല്ലേ? ഉറങ്ങാൻ വിടുന്നില്ല ഡോക്ടറെ. ഉറങ്ങാൻ വിടുന്നില്ല. അതെങ്ങനെ? ഞാനൊരു മൂലയിരുന്ന് അങ്ങോട്ട് പാടുന്നു. അദ്ദേഹത്തിന് ഉറങ്ങിക്കൂടെ? ഞാൻ വിളിച്ചോട്ടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഉറക്കമില്ലാത്തോണ്ട് എന്തോ ഒരു കറക്കം ഇപ്പൊ കുറച്ചായിട്ട്. ഉറക്കവും കറക്കവും നിങ്ങൾക്കുണ്ടല്ലേ? ഞാനല്ല, എനിക്കല്ല ഉറക്കമില്ലാത്തത്. ഞാനൊരു മരുന്ന് എഴുതി തരാം നിങ്ങൾക്ക്. അയ്യോ ഡോക്ടറെ, എന്നെ ചികിത്സിച്ചിട്ട് എനിക്ക് മരുന്നൊന്നും തരണ്ട. മരുന്ന് കൊടുത്ത് പിന്നെ ഉറക്കേണ്ടത് ഈ പേഷ്യന്റിനെയാണ്. കഷ്ടം ഡോക്ടർ. പക്ഷെ അവര് കണ്ടിട്ട് പേഷ്യന്റ് അവിടാണ് പോയിന്റ്. ഇദ്ദേഹത്തിന് ഡോക്ടറെ എന്നെ പരിശോധിച്ച് നോക്കൂ. ഈ പാട്ട് കേട്ടാ ഉറങ്ങാൻ പറ്റുമോ? ശരി, എന്നാ പാട്ട് പാടിക്കോളൂ. ഞാന് ചിലപ്പോഴൊക്കെ അത് മണിച്ചിത്രത്താൽ പാടും. ചിലപ്പോ ഞാൻ പാടുന്നത് എൻ പ്രാണനായകനെ എന്ത് വിളിക്കും, എങ്ങനെ ഞാൻ നാവെടുത്തു പേര് വിളിക്കും, എൻ പ്രാണനായകനെ എന്ത് വിളിക്കും. ഇതേ പാടുള്ളൂ. ഡോക്ടറെ, വയസ്സുകാലത്ത് ഇത്ര നല്ല പാട്ട് പാടിത്തരുന്ന ഭാര്യ നിങ്ങൾക്ക് ഉണ്ടായിട്ടാണോ നിങ്ങൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത്? പാട്ട് പാടിത്തരുന്ന ഡോക്ടർക്ക് ക്ലിയർ ആയേ സംഭവങ്ങളെല്ലാം. അപ്പൊ ഇനി മരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തേ, ആ സമയത്ത് കൊടുത്തോളാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ വയസ്സുകാലത്ത് ഇങ്ങനത്തെ പാട്ട് പാടി പിന്നെ തരേണ്ട വല്ല കാര്യമുണ്ടോ? പാതിരാത്രി പാട്ടിന് ഒരു പ്രായമില്ല. അതാണ് വിവരമുള്ള ഡോക്ടർ. ചെറുപ്പകാലം മുതൽ വയസ്സായ പ്രായം പോലെ നമുക്ക് സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ജന്മവാസനയും കലയുമാണ്. കണ്ടോ അവരെത്ര ആഹ്ലാദിക്കുന്നു, നിങ്ങൾ എന്താണ് അത്ര ആഹ്ലാദിക്കുന്നത്? അവരോടൊപ്പം കൈകോർക്കൂ, നിങ്ങൾ ഡാൻസ് ചെയ്യൂ, കേട്ടോളൂ, പാട്ട് പാടൂ. ഇതാണ് ഈ തളിപ്പ് ആർക്കാണ് സുഖം? എനിക്കല്ല. അല്ല അല്ല ലേശം എന്തൊക്കെയോ എവിടെയൊക്കെയോ കാണുന്നുണ്ടെന്നെങ്കിലും. ആർക്ക്? അല്ല, നിങ്ങളുടെ ആ പ്രക്രിയകളിൽ എനിക്ക് തോന്നിയെങ്കിലും
നിങ്ങൾക്കല്ല അസുഖം, ഇദ്ദേഹത്തിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഡോക്ടറെ ശരി, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ആരാണ് പേഷ്യന്റ് എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കണം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ. ഇത് എന്താണ്? അത് വിരലല്ലേ? ഇത് വിരലാണ്. അത് അത് വിരല്, തള്ള വിരല്. അപ്പൊ ഇതെന്താണ്? അതെന്തിനാണ്? അല്ല, ഇത് എന്താണ്? വിരലല്ല. പിന്നെയോ? ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കൂ. അബ്ദുള്ള. ഓ, അബ്ദുള്ള അബ്ദുള്ള അബ്ദുള്ള. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ. ഇപ്പൊ പിടികിട്ടി. ആ, ഇനി ഇത് ഇങ്ങനെ ആവുമ്പോ എന്താണ്? അത് അബ്ദുള്ള തലയാട്ടണ ഷെയ്ഖ് അബ്ദുള്ള. അതന്നെ, ഷെയ്ഖ് അബ്ദുള്ള. നിങ്ങൾക്കത് പിടികിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി രോഗി ആരാണെന്ന്. ആദ്യേ പറഞ്ഞതാണ് രോഗി. എനിക്ക് യാതൊരു തടസ്സങ്ങളും. മരുന്ന് കൊടുത്താലൊക്കെ മൂപ്പര് കഴിക്കാറുണ്ടോ? കഷ്ടിയാണ്. കഷ്ടിയാണ്. അതൊന്നും ശരിയല്ല. മരുന്ന് സമാസം മരുന്ന് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് കുറയുകയുള്ളൂ. അല്ല ഡോക്ടറെ, ഈ എന്റെ കെട്ടിയോനാണിത്. ഇദ്ദേഹം എപ്പോഴും എല്ലാം എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ബോധവും ലെവലും ഉണ്ട്. ഞാൻ പിന്നെ ചെയ്യണത് എന്താന്ന് ചിലപ്പോ ഒക്കെ ഒന്ന് മറന്നു പോകും. അത്രയേ ഉള്ളൂ. അത് മേഡത്തിന്റെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി മേഡത്തിന് കുറച്ചുകൂടെ ഗ്രാഹ്യത ഉണ്ടെന്ന്. ഡോക്ടറെ, ഇതെന്തോന്ന് ഇവിടെ നടക്കുന്നത്? ഇവിടെ മറന്നുപോയെന്ന് പറഞ്ഞു കേട്ടോ. എന്താണെന്നറിയോ, കൊച്ചി പിന്നെ അമ്പലത്തില് ഉത്സവത്തിന് കൊണ്ടുപോയി. മനസ്സിലായില്ലേ ഡോക്ടർ? ഇപ്പോഴും ഇവിടെ കൊച്ചുമാനെ കൊണ്ട് അമ്പലത്തിൽ ഉത്സവത്തിന് പോയി. അവസാനം കൊച്ചുമാനെ അവിടെ നിർത്തിയിട്ട് ഒരു ബലൂൺ മാറ്റണം വന്നിരിക്കുന്നു. ചോദിച്ചപ്പോ ഏത് കൊച്ചുമാൻ എപ്പോ കൊച്ചുമാൻ അവള് മറന്നുപോയി. അത് എല്ലാവർക്കും ഇതുപോലൊക്കെ ഉള്ള മറവി വരില്ലേ? അങ്ങനെ വല്ലപ്പോഴും വരണ ഒരു എപ്പോഴും വരുന്ന ഒരു മറവിയല്ലേ? അത് സ്വാഭാവികമായ അങ്ങനെ ഒരു മറവിയല്ല, മരുന്ന് കൊടുത്ത് ചികിത്സിക്കേണ്ട കാര്യമാണ്. ചികിത്സിക്കേണ്ട കാര്യമാണ്. അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം. അപ്പൊ എന്റെ സംശയം അതല്ല, ഞാൻ നിങ്ങളിൽ ആർക്കാണ് മരുന്ന് തരേണ്ടതെന്നാണ് എന്റെ സംശയം. നിക്കൂ ഞാൻ നോക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നറുക്കിടാം. നറുക്ക് വീഴുന്നതനുസരിച്ച്. ഇതെന്തോന്ന് ഡോക്ടർ? ഇവിടെ ആരും ഇല്ലേ? ഇതെന്തോന്നത്? ഇതൊരു ആശുപത്രിയാണോ ഇത്? എന്തൊക്കെ കാണിക്കുന്നത്? കണ്ടോ? എവിടെ? ഇല്ലേ? ഇതെന്തോ? Our hearts beat to the city streets. We began to feel the fire. We rise like കുരുത്തക്കേടിന്റെ കൂടാണ്, അടുപ്പക്കാർക്ക് തേനാണ്, വെളുക്കുമ്പോ കൂടാണ്, അടുപ്പക്കാർക്ക് തേനാണ്, വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ്, മിടുമിടുക്കുള്ള ജോയ്. പാമ്പാണ്, മിടുമിടുക്കുള്ള ജോയ്. നമ്മുടെ മുത്താണി ജോയ്, നമ്മുടെ സ്വത്താണ് ജോയ്, നമുക്ക് ഫിറ്റാണ് ജോയ്. നമ്മുടെ മുത്താണ് ജോയ്, നമ്മുടെ സ്വത്താണ് ജോയ്, നമ്മുടെ മുത്താണ് ജോയ്. അപ്പോഴേ ഞങ്ങളുടെ വ്ലോഗ് ഇഷ്ടമായെങ്കിലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. കണ്ണൻ ട്രിപ്പിൾ ആർ ഗാലക്സി.